അപ്പോൾ നമുക്കിന്ന് ട്രെൻഡി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഇഫ ചിക്കനുള്ള. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് വലിയ ജീരകം ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണ് തൈരാണ്. 2 ടീസ്പൂണ് തൈര് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലായി. ഇനി നമുക്കിത് ചിക്കനിലോട്ട് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒന്ന് നമ്മൾ പോർക്ക് വെച്ചിട്ട് നല്ല കുത്തി റെഡിയാക്കി അതിലേക്ക് മസാല ഒക്കെ പിടിക്കുന്ന രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉപ്പിടാൻ നേരത്തെ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിലോട്ട് ഞാൻ മസാല ഒക്കെ തേച്ച് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ കൂടുതൽ സമയം വെച്ചാൽ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നല്ല ചിക്കനിലോട്ട് മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ വെക്കുന്നുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ പുറത്താണ് വെക്കുന്നത്. നമ്മൾ ചിക്കന് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായി എയർ ഫ്രൈയിൽ വെച്ച് കൊടുക്കാം. എയർ ഫ്രൈയിൽ സെറ്റായിട്ടുണ്ട്. നമുക്കിത് വെച്ച് കൊടുക്കാം. എയർ ഫ്രൈ ഞാൻ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് അപ്പോൾ നമ്മുടെ ചിക്കന് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ചിക്കൻ. ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യുക, ഇതിലൊരു കൂട്ടുണ്ടാക്കാനുണ്ട്. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചീസി ആയിട്ടുള്ളൊരു മയോണൈസ് ഇതിലേക്ക് ഉണ്ടാക്കാം. അപ്പം 2 മുട്ടയുടെ എഗ്ഗ് വൈറ്റാണ് ഇട്ടിട്ടുള്ളത്. മഞ്ഞ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി. അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ 2 സ്ലൈസഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീം കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കനിലോട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മയോണൈസ് തേച്ച്. അപ്പം ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാനിപ്പോൾ ഒരു ചില്ലി ഫ്ലെക്സ് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ചൊരു മല്ലിയില, ഒരു പച്ചക്കറി 2-3 മല്ലിയില ഇവരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.